നമുക്കൊരു ചട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടും തയ്യാറാക്കാം. ഇത് ലവ് ബേർഡ്സിൻ്റെ കൂടുതലുള്ള ചട്ടി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാൻ ഇതാ ഒരു റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ ചട്ടിയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഏത് ഗ്ലൂ വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ ഒരു കോട്ടിങ് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പിന്നെ നമ്മുടെ ആ ഒരു ഹോളുള്ള ഭാഗത്ത് അതിൻ്റെ അതേ ഷേപ്പിൽ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയില്ലേ എന്താണ് സാധനം എന്ന്. ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയിട്ട് നടുക്ക് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ പൈസ ഇട്ടാൽ അതിലൂടെ അപ്പുറത്ത് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. കാരണം ടൈറ്റായി പോയാൽ കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പൈസ ഇടാൻ പറ്റില്ല. അപ്പം അതുകൂടി ചെക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ഇത് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വാൾപുട്ടി ക്ലേ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതാണ് സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. വലിയ കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ വാൾപുട്ടി ക്ലേ ആണ് നമുക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനെ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് നമുക്കൊരു പിഗിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. ആദ്യം ഞാൻ മൂക്കാണ് തയ്യാറാക്കിയത്, നമ്മുടെ ഹോളൊക്കെ കറക്റ്റ് ആക്കണ്ടേ. പിന്നെ നമ്മുടെ മേൾഭാഗം മൊത്തം കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വാൾപുട്ടി ക്ലേ മൊത്തം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒരു രണ്ട് ചെവിയോടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. മേലെയൊക്കെ നന്നായിട്ടാക്കി കൊടുക്കുക. കുറച്ച് കട്ടി കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. പിന്നെ നമ്മൾ കണ്ണിനായിട്ട് ചെറിയ നമ്മുടെ ഒരു ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് കളർ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ കണ്ണിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഗ്ലൂ ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ പിഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ വൈറ്റ് കളർ ഒന്നാകെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഫേസിലും മറ്റെല്ലാ ഭാഗത്തും നമുക്ക് വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് ചെവി പൊട്ടിയതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ മെല്ലെ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കാൻ ഒരു സാധനം വേണം. അതായത് ഇതിങ്ങനെ വീണ് പോകും. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം, ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചാൽ നമുക്ക് അതുപോലെ ഇരിക്കും. അത് ഷേപ്പിലുള്ള വേറെ എന്ത് നിങ്ങൾക്ക് കിട്ടിയാലും വെക്കാം കേട്ടോ. ഞാനിവിടെ പേപ്പർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിനിങ്ങനെ ഒരു കറക്റ്റ് റൗണ്ട് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മുടെ മാസ്കിംഗ് ടേപ്പ് അതിൻ്റെ മേലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. വേറെ റിങ്ങൊന്നും എനിക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പിഗിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പിഗിന് നമ്മൾ നല്ലൊരു മജന്ത കളറാണ് കൊടുക്കുന്നത്. മജന്ത കളർ കൊടുത്ത് നല്ല ഡ്രൈ ആക്കി നല്ല വാർണിഷൊക്കെ ആക്കിയാൽ നമ്മുടെ മണി ബാങ്ക് റെഡി ആയി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിയെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിഗ് ഇതാ നല്ല അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ, ബൈ.